നമസ്കാരം. ഗാനസാധന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അലങ്കാരമാണ്. ഒരു പാട്ടിനെ അലങ്കരിക്കുന്ന താളത്തെക്കുറിച്ചാണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അലങ്കാരത്തിൽ ഇന്ന് തിസ്രയാദി ത്രിപുട താളത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതെങ്ങനെയാണ് താളം ഇടുന്നത്, അതിൻ്റെ എത്ര മാത്രകളുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് പഠിക്കാം. നമ്മൾ ആദ്യമേ സംഗീതം പഠിക്കാൻ തുടങ്ങുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ആദ്യം പഠിക്കുന്ന ഒരു താളമുണ്ട്, ചതുരസ്രജാതി ത്രിപുട താളം. ചതുരസ്രജാതി ത്രിപുട താളം അല്ലെങ്കിൽ ബ്രാക്കറ്റി പറയുന്നുണ്ട് ഇടും ആദ്യ താളം. അപ്പോൾ ഈ ചതുരസ്രജാതി ത്രിപുട താളം എന്ന് വളരെ കുറച്ച് കുട്ടികൾ പറയുള്ളൂ, അല്ലെങ്കിൽ ഓരോരുത്തർ പറയുള്ളൂ. ആദ്യ താളം എന്നേ പറയുള്ളൂ. പക്ഷേ ത്രിപുട താളം എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഈ അലങ്കാരം പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ത്രിപുട താളം ലഘു, ദ്രുതം, ദ്രുതം. അത് നമ്മൾ പഠിക്കുന്നത് ചതുരസ്രജാതി ത്രിപുട താളമാണ്. ചതുരസ്രാകുമ്പം ലഘുവിൻ്റെ എണ്ണം 4. ഇത് ഇന്ന് നമ്മൾ നോക്കുന്നത് തിസ്രജാതി ത്രിപുട താളമാണ്. തിസ്രാകുമ്പം ലഘുവിൻ്റെ എണ്ണം 3 ഉള്ളൂ. അപ്പം നമുക്കത് നോക്കാം. അപ്പം 3 അധികം 2 അധികം 2 അങ്ങനെ 7 മാത്ര ഉണ്ട് തിസ്രജാതി ത്രിപുട താളത്തിന്. അതേസമയം ചതുരസ്രജാതി ത്രിപുട താളാണെങ്കിലോ അല്ലെങ്കിൽ ആദ്യ താളാണെങ്കിലോ ഈ ലഘുവിൻ്റെ എണ്ണം 4 ആണ്. അപ്പോൾ അത് 8 മാത്രമേ ആവും. അപ്പോൾ നമുക്ക് തിസ്രജാതി ത്രിപുട താളം നമുക്കതെങ്ങനെ താളം ഇടുന്നതെന്ന് നോക്കാം. 1 2 3 പിന്നെ 4 5 6 7 ഇങ്ങനെയാണ് ഈ താളം ഇടുന്നത്. 1 2 3 4 5 6 7. ഇനി നമുക്ക് ഇതിൻ്റെ സ്വരങ്ങളിട്ട് പാടാൻ നോക്കാം. സ രേ ഗ സ രേ ഗ മ. അപ്പോൾ ആ സരിഗ നമുക്ക് ആ ലഘുവിന് മാത്രം വന്നു. സ രി ഗ 3 അക്ഷരം ലഘുവിന് വന്നു. സ രേ ഗ സ രേ ഗ മ. ഇനി നമുക്ക് അടുത്ത് രേ ഗ മ രേ ഗ മ പ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യ താളം ഇട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് ഒരു മാത്രം കൂടെ ഇടരുത്. കാരണം നമ്മൾ സാധാരണ ഇട്ട് ശീലിച്ചതുകൊണ്ട് കേട്ടോ. അപ്പോൾ ചതുരസ്രജാതിയായിപ്പോൾ സ രേ ഗ സ രേ ഗ മ രേ ഗ മ രേ ഗ മ പ. നമുക്ക് അടുത്തില്ലേ ഗ മ പ ഗ മ പ ദ മ പ ദ മ പ ദ നി പാദ നി പാദ നി സ. ഒരടിക്ക് ഒരക്ഷരം വെച്ച് നമ്മൾ പാടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ട് പാടി താളം ഇട്ട് ഇങ്ങനെ ശീലിക്കണം. സ രേ ഗ സ രേ ഗ മ രേ ഗ മ രേ ഗ മ പ ഗ മ പ ഗ മ പ ദ മ പ ദ മ പ ദ നി പ ദ നി പ ദ നി സ. അപ്പോൾ നമ്മൾ ആരോഹണം തീർന്നു. ഇത് നമുക്ക് അവരോഹണം നോക്കാം. സാ നീ ദ സാ നീ ദ പ നീ ദ പ നീ ദ പ മ ദ പ മ ദ പ മ
പാമഗ പാമഗരി മഗരി മഗരി സ. അപ്പം അവരോട് നമ്മളിപ്പോൾ തീർത്തിക്കുക. അപ്പം സരി. അപ്പോൾ നമുക്കത് കണ്ടിന്യൂ ഒന്ന് പാടി നോക്കാം. സരി ഗ സരി ഗ മ രേ ഗ മ രേ ഗ മ പ ഗ മ പ ഗ മ പ ധ മ പ ധ മ പ ധ നി പ ധ നി പ ധ നി സ. നിങ്ങൾ ഈ കൂടുന്ന നിങ്ങളും കൂടെ കൂടി പാടണം, ഞാൻ ഈ പാടുന്നതിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു എളുപ്പം വരും. ഇതുപോലെ തന്നെ താളം ഇടണം കേട്ടോ. സാനീത സാനീത പ നീത പ നീത പ മ ദ പ മ ദ പ മ ഗ പ മ ഗ പ മ ഗ രി മ ഗ രി മ ഗ രി സ. അപ്പോൾ ഇത് ഒന്നാം കാലം. നമുക്കിനി അത് രണ്ടാം കാലം ഒരടിക്ക് 2 അക്ഷരം വെച്ച് നമ്മൾ പാടി നോക്കാം. സരി ഗ സരി ഗ മ രി ഗ മ രി ഗ മ പ. കേട്ടോ, 2 ലൈൻ പടി. സരി ഗ സരി ഗ മ. ആ ഒരു ഭാഗം വരുമ്പോൾ നിങ്ങൾക്ക് തെറ്റരുത്, താളം പോയിക്കൊണ്ടിരിക്കണം, പാട്ട് നിർത്തുകയും ചെയ്യരുത്. അപ്പോൾ ഇടഞ്ഞിടഞ്ഞ് നമുക്ക് വരുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ നിങ്ങൾ അത് ഈ ഒന്നാം കാലം നിങ്ങൾ പാടി നന്നായിട്ട് അത് കറക്റ്റ് ആക്കി കഴിയുമ്പോൾ ഈ രണ്ടാം കാലത്തേക്ക് നിങ്ങൾക്ക് പാടിയാൽ മതി. അല്ലെങ്കിൽ ഇത് സരി ഗ സരി ഗ മ രി ഗ മ രി ഗ മ പ. ഈ ഒരു ഭാഗത്താണ് തെറ്റ് വരുള്ളൂ. സരി ഗ സ കേട്ടോ, സരി ഗ സരി ഗ മ. ഈ ആ ഒരു ഭാഗത്ത് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ വരും. താളം ഇടാനും ആ പാട്ടും കൂടെ ഒന്ന് യോജിക്കാതെ തോന്നും. അപ്പം നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം നന്നായിട്ട്. സരി ഗ സരി ഗ മ രി ഗ മ രി ഗ മ പ ഗ മ പ ഗ മ പ ധ മ പ ധ മ പ ധ നി പ ധ നി പ ധ നി സ സാ നി ധ സാ നി ധ പ നി ധ പ നി ധ പ മ ധ പ മ ധ പ മ ഗ പ മ ഗ പ മ ഗ രി മഗരി മഗരി സ. കേട്ടോ, സരി ഗ സരി ഗ മ. കേട്ടോ, ആ മായ്ക്കടി വേണം. സരി ഗ സരി ഗ മ രി ഗ മ രി ഗ മ പ ഗ മ പ ഗ മ പ ധ മ പ ധ മ പ ധ നി പ ധ നി പ ധ നി സ സ നി ധ സ നി ധ പ നി ധ പ നി ധ പ മ ധ പ മ ധ പ മ ഗ പ മ ഗ പ മ ഗ രി മഗരി മഗരി സ. ഇതിൻ്റെ മൂന്നാം കാലം ഉണ്ട്. അത് ഞാൻ ഇതിൻ്റെ ഈ താളമെല്ലാം ഒരു മൂന്നാം കാലത്തിൻ്റെ ഓരോ താളത്തെക്കുറിച്ചും ഞാൻ ഒരു വീഡിയോ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒന്നാം കാലം രണ്ടാം കാലം നിങ്ങൾ നന്നായിട്ട് ബാലൻസ് ചെയ്ത് പഠിക്കണം. കഴിഞ്ഞ് നമുക്ക് മൂന്നാം കാലത്തിൻ്റെ സെപ്പറേറ്റ് ഒരു ക്ലാസ് ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കി നന്നായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഇത് നന്നായിട്ട് പാടുക, പ്രാക്ടീസ് ചെയ്യുക. ഈ താളം നിങ്ങൾക്ക് വശത്താക്കുക. ഈ താളത്തിന് വേറൊരു രൂപം കൂടെ ഉണ്ട്. ആ രൂപം ഞാൻ അടുത്ത ക്ലാസ്സിൽ ഈ താളം തന്നെ ഇതിന് വേറൊരു രൂപമുണ്ട്. ആ രൂപം അല്ലെങ്കിൽ വേറൊരു ഇടുന്ന പ്രയോഗ രീതിയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. അതുവരെ നന്ദി, നമസ്കാരം.